ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് താഴത്തെത്തിയിട്ടുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈമാണ് നമ്മളൊരു വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ സമയം അറൗണ്ട് 9:10 അങ്ങാണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഡ്യൂട്ടിക്ക് പോവാണ്. കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോ റൂമിൽ നിന്ന് വന്നിങ്ങനെ ജസ്റ്റ് ഇറങ്ങി ഇനി നേരെ ഓഫീസിൽ പോവാണ്. അതിനു മുന്നേ ഉള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് നേരെ ഓഫീസിൽ പോകണം. അതാണ് എന്റെ ഒരു ഡേയില് നടക്കുന്ന ഫസ്റ്റ് റുട്ടീൻ. റൂമിൽ നിന്ന് എണീക്കുക, കുളിക്കുക, പരിപാടിയിലൊക്കെ തീർക്കുക, എന്നിട്ട് ഇറങ്ങുക. ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ചായ കുടിക്കുക, നേരെ ഓഫീസിൽ കയറുക. അതാണ് നമ്മളെ റുട്ടീൻ. പിന്നെ ഓഫീസിനുള്ളിൽ നടക്കുന്ന ഒന്നും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാം അൺപ്രഡിക്റ്റബിൾ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ കയറുന്നു, ഉച്ചക്ക് ലഞ്ച്, അതൊക്കെ നമ്മളെ പരിപാടി. അപ്പൊ അതിന് വഴിയെ കാണിച്ചു തരാം, പറ്റുന്നിടത്തോളം വഴിയെ കാണിച്ചു തരാം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ. എല്ലാരും ചെയ്ത് ക്ലീശാക്കി കളഞ്ഞു, ഞാനും കൂടെ നേരെ ചെയ്യാണ്ടിരിക്കുന്നു. നമുക്കൊന്ന് അതന്നെ നോക്കാം. ഓക്കെ, ഏതായാലും അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ വന്നാൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ടെൻഷൻ എന്താണെന്ന് അറിയോ, ഈ സിഗ്നൽ നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള കേട്ടാ. ഇപ്പൊ കണ്ടില്ലേ, ഈ സിഗ്നൽ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഓടി പോകുമ്പോഴത്തേനെ മിന്നാൻ തുടങ്ങും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കേസ് അത് മിന്നുന്ന സമയത്ത് ഇവിടെ CIDs ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. അവരെങ്ങാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എഴുതി തരും ഒരു 400 ദിർഹംസ് അല്ലെങ്കിൽ 200 ദിർഹംസ് എഴുതി തരും. നമ്മളാരാവും വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണം. മര്യാദക്ക് ചെല്ലുക, അല്ലെങ്കിൽ മര്യാദക്ക് പോവുക. സിഗ്നൽ മിന്നി തുടങ്ങിയ പിന്നെ റോഡിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ റൂളൊന്നുമല്ല, എന്നാലും സ്ട്രിക്റ്റ് ആണ് ഭയങ്കര. രാവിലെ ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ച് നേരെ ജിമ്മിൽ വന്നാണ്. പക്ഷെ ഇന്ന് വർക്കൗട്ട് ചെയ്യണ കേട്ടാ. ഇന്ന് കാണില്ലേ, ഇന്ന് ടയർഡാ, ഫുള്ള് ടയർഡാ. അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യണേ. അപ്പൊ ജിമ്മില് വരാനിലേക്ക് ഒരു സമാധാനം കിട്ടില്ല. അപ്പൊ ഇവരൊക്കെ കാണാൻ വേണ്ടി വന്നാ. ഏതാ പോന്റെ ഒരു ചെറി, വേഗം കളിക്കുന്നുണ്ടും പോണം, ഫുഡ് കഴിക്കാൻ പോണം. വേഗം എന്റെ കോച്ച് എന്താ പറയാനുള്ളത് ഇവനെ പറ്റി പറഞ്ഞാൽ മതി. ഇപ്പം ഭയങ്കര മെച്ചപ്പെട്ടില്ലേ? പനി വന്നാ പിന്നെ ഉണങ്ങും, പിന്നെ മെച്ചപ്പെടും. അവിടെ വേറെ ആളുണ്ട്, ഇതാ നമ്മളെ ടേക്ക് സം 2 സ്റ്റെപ്സ്. മെയിൻ ഡാൻസർ ആണ് ചെക്കൻ, അടിപൊളി ഡാൻസർ. ഐ എം വ്ളോഗിങ്. ഞങ്ങള് എവിടേക്ക് വന്ന് ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. ഇതിപ്പോ എങ്ങനെ പിടിക്കാം, കാണുന്നുണ്ട് ഇതില്? എന്റെ കൈ ഉണ്ട് അതില്? ഒന്നുമില്ലല്ലോ. ഞങ്ങള് ജിം കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ജിം കഴിഞ്ഞു, ഫുഡ് കഴിക്കാൻ നേരം വന്നു. എല്ലാരും ഉണ്ടല്ലോ, കാണിച്ചു നെക്സ്റ്റ് ഇട്ടിട്ടെ ആയിക്കോട്ടെ. കോച്ച് മഹി ഇതൊക്കെ വീഡിയോ ഓണാക്കി പെണ്ണിട്ടാൻ വന്നമാരാണ് ഇവനൊക്കെ മെയിനാണ്. അതിനെക്കാട്ടി അപ്പുറം ഇവിടെ ഇരുന്ന് എന്തൊക്കെയേ തീട്ടം പറയുന്നാലോ, ക്യാമറ ഓണാക്കി അതെങ്ങനെയാണ് അവസ്ഥ. അതിനെക്കാട്ടി വലിയ അവസ്ഥ. അപ്പോ ഫുഡ് വന്നിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ കാണിച്ചു, ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വരട്ടെ, ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചു അഞ്ഞൂറ് പോയി ചോദിച്ചു സെയിം സാധനം പറഞ്ഞു. ആകെ മൂടി ഓളെ വ്ളോഗിൽ എടുക്കണ്ട. നാട്ടിലുണ്ടാവും വേറെ
ഇതുണ്ട എവിടെ വന്നാലും ഉള്ള പെണ്ണുങ്ങൾക്കൊക്കെ വിളിക്കും. അതാണ് അവന്റെ അവസ്ഥ. കസ്റ്റമറാളെ അന്തിക്ക് വിളിക്കുന്ന. നമ്മുടെ രോദനം വ്ളോഗിൽ പറയില്ല എന്റെ പ്രശ്നം. ഈ സവാദ് ഒരു കോച്ചാണ്, ഞങ്ങളെ ജിമ്മിന്റെ കോച്ചാണ്. അവനെ പറ്റി എന്താ പറയാ, ഡയറ്റ് തരലില്ല. ആളടിപൊളിയാ. സവാദ് ആർക്കാണ് കൂടുതൽ ഡയറ്റ് കൊടുക്കാറുള്ളത്? ഇപ്പൊ തന്നെ മനസ്സിലായില്ല അതെന്താ സംഭവം. ഞമ്മക്ക് ഒരു ഷോട്ട് ഞാൻ പറഞ്ഞോ, അത് റെക്കോർഡാണ്. അതേമല്ല, അതായത് സവാദ് ഞങ്ങളൊരു 3 മാസത്തോളം ഒരു ഡയറ്റ് ചോദിച്ചു. ഞാനും ചോദിച്ചു, ഇവനും ചോദിച്ചാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ഒരു ഡയറ്റ് കിട്ടിയില്ല. പക്ഷെ അവിടെ വേറെ പലർക്കും ഡയറ്റ് കിട്ടുന്നുണ്ട്. ആര് പേഴ്സണൽ എടുക്കുന്നവർക്ക് കേട്ടാ, അല്ലെ ആർക്കും ഞാൻ പറഞ്ഞില്ല. അതാണ് ആ സത്യാവസ്ഥ. എന്ത് ചെയ്യാനാ, നമുക്കൊന്നും യോഗ ഇല്ല. നമുക്കൊരു ഡയറ്റ് എടുത്ത് ജിമ്മിൽ പോകാനുള്ള യോഗ ഇല്ല എന്നർത്ഥം, അല്ലേ? ഇങ്ങനത്തെ കോച്ച് എവിടെയെങ്കിലും ഉണ്ടാവാ? അതെ ഇജ്ജ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്നും കേട്ടൊന്നുമില്ല. മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ കാലറീസ് സർപ്ലസിലേക്കാവും, അതായത് മെയിൻ്റനൻസിനേക്കാളും ഒരു 500 300 കുറച്ച് ചെയ്യും. പിന്നെ 500 ഒരു 10 പ്രാവശ്യം ചെയ്താൽ അതില് മാക്രോസ് വന്നു മക്കളെ വന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് മാഹി ഇത് നിർത്താം. ഞാനൊരു ടേസ്റ്റ് നോക്കാം. ചൂടുണ്ടോ?